പാടത്ത് വിത്തുക, കൃഷിപ്പണി. കർഷകൻ കൃഷി പണിതാ നഷ്ടമാണ്. മനുഷ്യർ കൃഷി പണിയുമ്പോഴേ അതുണ്ടാവുള്ളൂ. കന്നാലിയെ പൂട്ടി സ്ത്രീകൾ ഞാറ് നട്ട് വിത്തിട്ട് സ്ത്രീകൾ കൊയ്ത് കെട്ടുമ്പോഴേ ആ കർഷകന് അതിൻ്റെ ഫലം കിട്ടും. ഈ മിഷ്യൻ വന്ന് നട്ടുപിടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ഈ മിഷ്യൻ വന്ന് കൊയ്യുമ്പോൾ പകുതി നെല്ല് മണ്ണിൽ പോവുക, പകുതി കർഷകന് കിട്ടും. കേൾക്കുക, കാശാണെങ്കിൽ ഭയങ്കര അധികം. അതാ കുറേ കോഴിലൊക്കെ നെല്ല് കൊയ്യുന്ന നെല്ല് കണ്ടത്തിൽ കിടക്കണ കണ്ട 6-7 കാശ് നെല്ല് കൈകൊണ്ട് വായിച്ച് കൊണ്ടുപോയി തുടങ്ങുന്നത്. ചൂലുകൊണ്ടടിച്ചിട്ടല്ല, നെല്ല് കൊയ്യുക. കേൾക്കുക, അതിന് സഹിക്കാൻ വയ്യ. ഈ ഗവൺമെൻറ് പറയുന്നത് കൃഷി പണിതാൽ നഷ്ടമാണ്. ഈ മെഷീൻ നാശമാണ്. പണ്ടോന് കാശ് കിട്ടില്ല. കേൾക്കുക, ജനം പണിയണം, നമ്മൾ ഇറങ്ങി പണിയില്ല, എന്നാലേ കൃഷി വിജയിക്കും. ഈ കൃഷി പണി ഈ നെല്ലേന്ന് പറഞ്ഞത് തൊഴിലാളിയാണ്. നമ്മൾ ഈ കൊട്ട അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നെല്ലും അരി മഞ്ഞപ്പൊടിയൊക്കെ പൊട്ടാൻ തന്നെ കാളിച്ചാത്ത നീങ്ങി അധർമ്മ പൊട്ടാതെ. ഈ കൃഷി നശിക്കുക, കൃഷി ഉണ്ടാക്കാൻ വന്നത് കാളിയാണ്. പുല്ല് പുഷ്പാദികൾ മുഴുവൻ അവളാണ്, വിത്തായി കാണുന്നത് മുഴുവൻ അവളാണ്. അപ്പൊ ഈ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നത് കാളി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിൽ നീച്ചത്തിന്റെ ഒരു വിത്ത് ഉണ്ടെങ്കിൽ അത് ഭദ്രകാളിയാണ്, അവൾ അവസാനിക്കുകയാണ്. അതാണ് ആരും കൃഷി പണിയാണ്. എങ്കിൽ കൃഷി പണിയാൻ പറഞ്ഞുള്ള അത് ഗവൺമെന്റ് ഭാഗത്ത് നശിച്ച് ഉണ്ടാക്കാൻ പറയാം. അങ്ങനെ കുറെ കഥകൾ, കുറെ രഹസ്യങ്ങൾ